അപ്പോ കയാക്കിംഗ് അടിച്ചു പൊളിച്ചു. അച്ഛന്റെ കാലിലൊക്കെ കടിക്കുന്നുണ്ട്. അതാ ഇവിടുന്ന് കാണുന്നുണ്ട്. ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചത്തൊട്ടിയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഹാങ്ങിങ് ബ്രിഡ്ജും പിന്നെ കയാക്കിങ്ങും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞാൽ അത് എറണാകുളം ഡിസ്ട്രിക്റ്റ് തന്നെയാണ്. കോതമംഗലം താലൂക്കിൽ നേരിയമംഗലം എന്ന ഒരു സ്ഥലത്താണ് ഈ ഇഞ്ചത്തൊട്ടി. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ കയാക്കിങ് എക്സ്പീരിയൻസും ഒക്കെ ഒന്ന് ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ. ഇവിടുത്തെ കാഴ്ചകൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കും. ഓക്കെ, ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ ഫീസും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഈ വീഡിയോയിൽ പറയും. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ അധികം ലാഗ് അടിപ്പിക്കുന്നില്ല. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കം ഓൺ. ആദ്യം കയാക്കിംഗ് ചെയ്തിട്ട് പിന്നെ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോവാം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഇതവിടെ ബോട്ടിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ഇഞ്ചത്തൊട്ടി കയാക്കിംഗ് എന്നൊക്കെ. ഓക്കെ, ഇവിടെ പെഡൽ ബോട്ട്, ഹോം സ്റ്റേ, റിസോർട്ട്, ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. ഇതാ നമ്പറൊക്കെ തന്നിട്ടുണ്ട്, നോട്ട് ചെയ്തോളൂ. അത് നമുക്ക് വിളിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ രാവിലെയാണ് വന്നത്. രാവിലെ വന്ന കാരണം കുറച്ച് തിരക്ക് ഇവിടെ കമ്മിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ജാക്കറ്റുകൾ ഇങ്ങനെ തൂക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ സാഹസികമായിട്ട് കായക്കെങ്കിൽ കയറി. നിങ്ങൾ കയറി ഇങ്ങോട്ടായോ എൻ്റെ മോളോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഓക്കെ, അപ്പോൾ ലിമോ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. അവളിതാ തുഴഞ്ഞുകൊണ്ടിരിക്കണു. അവളാണ് ഞങ്ങളുടെ വഴികാട്ടി. നന്നായിട്ട് തുഴയുന്നുണ്ട് ലിമോ. ഉണ്ടാ, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നോക്കി ഇവിടെ തുഴഞ്ഞുകൊണ്ട് പോവാൻ നിറച്ച് വെള്ളവും പിന്നെ കാടും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല കാഴ്ചകളാണ് ഞങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ആ ഇഞ്ചത്തൊട്ടി ബ്രിഡ്ജിൻ്റെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ആയത് കാരണം ഇപ്പോൾ ജസ്റ്റ് ആൾക്കാരൊന്നും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് വെള്ളത്തിൽ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് പോവുക. പക്ഷേ പിന്നെ വേറൊരു കാര്യം, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അവർ പറഞ്ഞു ഇത് സേഫാണ്. ഞങ്ങൾക്ക് സേഫ്റ്റി ജാക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഈ ബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തുഴഞ്ഞാലും വീഴൂല. നമ്മൾ വീഴിപ്പിക്കണം എന്ന് നോക്കിയിട്ട് തുഴഞ്ഞു കഴിഞ്ഞാലേ വീഴുള്ളൂ. ഇത് എത്ര ആട്ടിയാലും ഇത് വീഴൂല. അപ്പോൾ അത്ര ഒരു സേഫ്റ്റിയാണ്, നല്ല കോൺഫിഡൻ്റ് ആണ്. നമ്മൾ നല്ല രീതിയിൽ തുഴഞ്ഞിട്ട് പോവുക. അപ്പോൾ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. ലിമോ അത് എങ്ങടൊക്കെ തുഴഞ്ഞിട്ടാണ് പോണത്, ഞാനൊന്ന് ഹാൻഡിൽ ചെയ്യട്ടെ. അതാണ് ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോകണം. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കായലിൻ്റെ നടുക്കിലാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനത് വെറുതെ ഇരിക്കണു. ഇതാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവളാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ കയാക്കിംഗ് അടിച്ചു പൊളിച്ചു. പേടിക്കാൻ ഒന്നുമില്ല മോളെ. എങ്ങട്ടാ പോണതിലേട്ടാ? ഞാൻ കറക്റ്റായിട്ട് ഓടിക്കണേ. നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ. ഇതുവരെ ഞാനല്ലേ ഓടിച്ചത്. വല്ല ടെൻഷൻ ഉണ്ടായോ? നിങ്ങൾ പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കല്ലേ. ശരിക്കും ഇതിൽ പേടിക്കാനൊന്നുമില്ല. ഇത് ഫുൾ സേഫ്റ്റിയാണ് ഗൈസ്. നല്ല സേഫ്റ്റി തന്നെയാണ്. നമ്മൾ ശരിക്കും ഓടിച്ചാൽ മാത്രമേ വേണ്ട. നമ്മളിങ്ങനെ ഈ രണ്ട് സൈഡും ചെയ്യുമ്പോൾ ഇത് സ്ട്രെയിറ്റ് പോവും. നമ്മൾ ലെഫ്റ്റ് അടിക്കുമ്പോൾ റൈറ്റ് പോവും. ഇത് റൈറ്റ് അടിക്കുമ്പോൾ എന്താ ലെഫ്റ്റ് പോവും. ഇതാണ് അതിൻ്റെ ട്രിക്ക്. ഇപ്പോൾ ടെക്നിക്ക് പിടി കിട്ടി. എന്താ വേഗം വിട്ടൂടി. അങ്ങനെ തുഴഞ്ഞ് ഞാനൊരു തോഴനായി, എക്സ്പേർട്ടായി ഞാൻ. എന്താ ഇനി വേണമെന്ന് ഞാൻ ആൾക്കാരൊക്കെ ക്ലാസ് എടുക്കാം. അങ്ങനെ ഞങ്ങൾ ചേച്ചിയായിട്ട് തിരിച്ചു വന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് കണ്ടിട്ട് തിരിച്ചു പോവും.
നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ തുഴയാനൊക്കെ. ഇപ്പോൾ വീഡിയോ എടുക്കും വേണം, തുഴയും വേണം. അപ്പോൾ രണ്ടും ആക്ച്വലി കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ചേച്ചി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവിടെ പോയത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഫോറസ്റ്റിനുള്ളിലേ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു ഗുഹയുടെ ഉള്ളിലേക്കാണ്. ഓക്കെ, ചെറിയൊരു ഗുഹയാണ്. ഗുഹയുടെ അപ്പുറത്ത് കാടല്ലേച്ച് കാടാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്. ആക്ച്വലി ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ ഗായ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ഉള്ളൂ. അപ്പോൾ എറണാകുളത്താണെച്ചാലും എവിടെയാണെച്ചാലും ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വരാം. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇൻഡിവിജ്വലായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വരികയാണെന്ന് വെച്ചാൽ കാണാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. പക്ഷേ ഇത് അധികം പേർക്ക് ആർക്കും അറിയത്തില്ല ഈ സ്ഥലം. അപ്പോൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ. ഇത് നല്ല കാഴ്ചകളാണ്. കാഴ്ചകൾ കാണിച്ചു തരാം. എല്ലാ സ്ഥലത്തും പച്ചപ്പും വെള്ളത്തിൻ്റെ കളറും ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതൊരു ഫോറസ്റ്റ് മാതിരി ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. നല്ല പ്രകൃതി ഭംഗി തന്നെയാണ് ഇത്. ഇവിടെ വന്ന് കണ്ടാൽ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വെയിലാണെച്ചാലും നമുക്കത് മനസ്സിലാവില്ല കേട്ടോ. ആ ചൂട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ ഒരു പ്രത്യേക തണുപ്പും നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ യാത്ര കഴിഞ്ഞു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ പറഞ്ഞ മാതിരി ഇപ്പോൾ എറണാകുളത്തോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങോട്ടൊന്ന് വരണം. ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് എടുക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ ഈ ബോട്ടിൽ നിന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്. ഇങ്ങോട്ട് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് പറഞ്ഞിട്ടും കണ്ടിടുന്ന കാര്യമില്ല. ഓക്കെ, നല്ലൊരു എക്സ്പീരിയൻസ്. പിന്നെ ഇവിടുത്തെ ചേച്ചിമാരും ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. തുഴയാനൊക്കെ പഠിച്ചു. ഞാൻ ഇനിയിപ്പോൾ വേണമെന്ന് വെച്ചാൽ ആൾക്കാർക്ക് തുഴഞ്ഞ് പഠിപ്പിക്കാം, ക്ലാസ് എടുക്കാനുള്ള ഇതായി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയാക്കിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ വന്നത് ബ്രിഡ്ജ് കയറാനാണ്, നമ്മളുടെ ഇഞ്ചത്തോട്ടി ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് കയറാം. വാ, അപ്പോൾ ഇതാണ് ബ്രിഡ്ജ് കേട്ടോ. കയറി പോവാം. ഇവിടെ മുന്നറിയിപ്പും വാർണിങ്ങും ഒക്കെ തന്നിട്ടുണ്ട്. ഇരുചക്ര വാഹന ഗതാഗതം പാലത്തിൽ നിരോധിച്ചിരിക്കുന്നു. ഓക്കെ, അടിപൊളി ബ്രിഡ്ജാണ് കേട്ടോ. അങ്ങോട്ട് നോക്കിയേ. ഇത് ഇവർ അവകാശപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ബ്രിഡ്ജാണെന്നാണ്. എങ്ങനെയുണ്ട് ബ്രിഡ്ജ്? അനക്കം കുറവല്ലേ? നന്നായിട്ട് കുറേശ്ശെ ഒരു അനക്കമുള്ളൂ. അത് കെട്ടിയിട്ടുണ്ട്. ബ്രിഡ്ജ് ഇളകുന്നുണ്ടെങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സേഫ്റ്റി തന്നെയാണ്. എല്ലാം കമ്പി വെച്ച് ഇവിടെ കെട്ടിയെടുക്കുകയാണ്. പിന്നെ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കണ്ടില്ല, മലകളും മരങ്ങളും ഒക്കെ. ഇവിടെ വന്ന് നോക്കിയാൽ നല്ല കാറ്റാണ്. എങ്ങനെയുണ്ട് മോളെ? പേടിയൊക്കെ മാറിയാ? ഇത് നോക്കിയേ, ഇതൊക്കെ കമ്പി കൊണ്ടുള്ള കയറാണ്. നോക്കിയേ, കമ്പി കൊണ്ടുള്ള കയറ്. എന്ത് ബലം ഉണ്ടാവും ഇതൊക്കെ. അപ്പം നമുക്കൊരു പേടിയും പേടിക്കണ്ട ഇതിനെ, അല്ലേ? നോക്കിയേ, ഇത് കാണുമ്പോൾ നല്ല സീനറി തന്നെയാണ്. 4 പുറവും ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നടക്കാനേ കുറച്ചുണ്ട് കേട്ടാ. ഇതിവിടെ കായലിൻ്റെ തീരത്തെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാലുമ്മ മീൻ വന്നിട്ട് നമ്മളെ കാല് കടിക്കും. നോക്കി കേട്ടാ, പിലിമോത വെള്ളത്തിൽ കാലിട്ട് വെച്ചെടുക്കാണ്. മീൻ വരണ്ടടി, മെല്ലെ മെല്ലെ മെല്ലെ. മീൻ വരട്ടെ. കാലെടുക്കല്ലേ. ഇവിടുന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്ന് പോവാണ്. പിന്നെ ഇവര് ഹാങ്ങിങ് ബ്രിഡ്ജിന് താഴെ തന്നെ
കുറച്ച് നാച്ചുറൽ ഫിഷ് തെറാപ്പിയില്ലേ, നാച്ചുറൽ ഫിഷ് തെറാപ്പി എന്ന് വേണമെച്ചാൽ പറയാം. ആ കായലിൽ കാല് ഇട്ടുകൊണ്ടിരിക്കുക. അതിന് വന്നിട്ട് നമ്മളെ മീനിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. പാറുവിന്റെ കാലിന് കൊത്തിയാ പറഞ്ഞു കൊടുക്കേ. അതെ, പാറുവിന്റെ കാലിൽ മീൻ കൊത്തിയാ? കൊറേ നേരം മോള് കാലിട്ടാ? അച്ഛനും കാലിട്ടു. അച്ഛൻ്റെ കാലിലും മീൻ കുറേ കൊത്തിയല്ല. ആക്ച്വലി ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മളെ ഇവിടെ വന്നു കഴിഞ്ഞാലേ ആ കായലിൽ കാല് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ മീൻ വന്ന് നമ്മളെ കാലുമ്പോൾ കൊത്തും. ഒരു നാച്ചുറൽ ഫിഷ് തെറാപ്പി, നല്ലൊരു എക്സ്പീരിയൻസിനായിരുന്നു. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിയാറായി. ഇന്ന് നല്ലൊരു എക്സ്പീരിയൻസിനായിരുന്നു. ഞങ്ങൾ രാവിലെ നേരത്തെ വന്നപ്പോൾ കയാക്കിങ് ചെയ്തു, ഒരു 40-45 മിനിറ്റ്സ്. അതിന് അവർ ചാർജ് ചെയ്തത് വെറും 100 റുപ്പീസാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ ചേച്ചിമാർ നല്ലതായിട്ട് കോപ്പറേറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ വന്നത് ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജിലാണ്. ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസിനായിരുന്നു. പിന്നെ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ താഴത്ത് ഞങ്ങളൊരു നാച്ചുറൽ ഫിഷ് തെറാപ്പി ചെയ്തു. അത് ഫ്രീ ആണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കായലിൽ കാലിട്ട് വയ്ക്കുക, മീൻ വന്ന് കൊത്തിക്കോളും അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ്? കയാക്കിങ് കുറച്ച് പേടിച്ചു പോയി. മോളും ഉണ്ടായിരുന്നു. അപ്പം വെള്ളത്തിൻ്റെ നടുക്ക് നമ്മൾ മാത്രം നിൽക്കുന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ശരിക്കും ചെറുതായിട്ടൊന്ന് പേടിച്ചു. അപ്പോൾ വീണ് പോകുമെന്നുള്ള ടെൻഷനായിരുന്നു. പക്ഷേ പേടിക്കണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ പേടിച്ചു, കുട്ടിയും പേടിച്ചു. അപ്പോൾ അതൊരു കുറേ ദൂരം ഞങ്ങൾ പോയി. പിന്നെ ഞങ്ങൾ റിട്ടേൺ അടിച്ചു. പിന്നെ സ്പാ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പാറുവിന് നല്ല ഇഷ്ടമായി. വെള്ളത്തിൽ അധികം ആഴമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് കാല് വെച്ചാൽ നല്ല അടിപൊളി ഫിഷ് സ്പാ കിട്ടും. ആക്ച്വലി പറയാൻ ഒരു 1 ഡേ ട്രിപ്പ് വരികയാണെന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് ഇത് നല്ലൊരു സ്ഥലം തന്നെയാണ്. കാരണം ഇത് അധികം പേർക്കും അറിയില്ല ഈ സ്ഥലം. അങ്ങനെ ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യണം. പിന്നെ വീഡിയോ ഷെയർ ചെയ്യണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ഷെയർ ചെയ്യണം. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ.